ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസ്പോൺസ് ഓഫ് എ സെർവോ മോട്ടർ ഈസ് സി ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 + 0.2 e raised to minus 60t minus 1.2 e raised to minus 10t when subjected to a unit step input. Obtain an expression for closed loop transfer function. Determine the undamped natural frequency and damping ratio. നമുക്ക് ഒരു റെസ്പോൺസ് തന്നിട്ടുണ്ട്, സി ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഒമേഗ എൻ കണ്ടുപിടിക്കണം. അതുപോലെ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ നമ്മളവിടെ കണ്ടുപിടിക്കണം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ റെസ്പോൺസ് ഇൻ ടൈം ഡൊമൈനാണ് തന്നിട്ടുള്ളത്. അതായത് സി ഓഫ് ടി എന്ന് പറയുന്നത് 1 + 0.2 e raised to minus 60t minus 1.2 e raised to minus 10t. നമുക്ക് അതിന് നമ്മൾ ലാപ്ലേസ് എടുക്കണം. അതായത് സി ഓഫ് എസ് നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 80 എന്ന് പറയുന്നത് എന്തായിരുന്നു, 1/s + a ആണ് നമുക്കവിടെ വരുന്നത്. ഇപ്പോൾ ലാപ്ലേസ് എടുക്കുക നമ്മളിവിടെ. അപ്പോൾ 1ൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്താ വരിക, 1/s ആണ്. പ്ലസ് ഇവിടെ 0.2 ഇൻറ്റു ഇവിടെ എക്ക് പകരമാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, -60 വന്നിട്ടുള്ളത് അല്ലേ. അവിടെ എന്ത് വരും, ഇവിടെ -80 ആണ് വരുന്നത്. സോ അവിടെ എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ അവിടെ 1/s + 60 നമുക്ക് അവിടെ കൊടുക്കാം. അതായത് ഇവിടെ എക്ക് പകരം ഇവിടെ 60 കൊടുക്കാം. -1.2 ഇവിടെ എക്ക് പകരം 10 ആണ് വരുന്നത്. അതുകൊണ്ട് 1/s + 10 നമുക്കിവിടെ വരും. ഇനി അതിനുശേഷം നമ്മളിവിടെ എൽ സി എം എടുക്കുകയാണ്. അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടേമിൻ്റെ ഡിനോമിനേറ്റർ എസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഇല്ലാത്ത ടേം വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ s + 60 ഉണ്ട്, ഇവിടെ s + 10 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേം വെച്ചിട്ട് വേണം നമ്മളിവിടെ ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അവിടെ എന്ത് വരും, s + 60 × s + 10 നമുക്കിവിടെ വരും. ഇനി രണ്ടാമത്തത് +0.2 ഇൻറ്റു ഈ ഒരു 1/60 ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് s കൊണ്ടും s + 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അവിടെ ഇല്ലാത്ത ടേം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 0.2 × s × s + 10 നമ്മൾ എഴുതി. -1.2 ഇൻറ്റു ഇവിടെ ഇല്ലാത്ത ടൈം ഏതൊക്കെയായിരുന്നു, എസും s + 60 ആണ് വരുന്നത് അല്ലേ. അത് വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1.2 ഇൻറ്റു s × s + 60 നമുക്കവിടെ വരും. ബൈ s × s + 60 × s + 10 നമ്മളവിടെ ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇതാണ് അവിടെ എൽ സി എം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം, s × s എന്ന് പറയുമ്പോൾ s² വരും. ഇനി 60ഉം 10ഉം നമ്മളവിടെ ആഡ് ചെയ്യുക, എന്നിട്ട് s കൊടുക്കാം. എന്ന് പറയുമ്പോൾ 60 + 10 എന്ന് പറയുമ്പോൾ 70 ആണല്ലോ. അപ്പോൾ അവിടെ 70s വരും. പ്ലസ് ഈ 60 × 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരാം, 600 ആണ് വരാം അല്ലേ. അപ്പോൾ അവിടെ 600 വരും. പ്ലസ് ഇവിടെ 0.2s ഉണ്ട്. ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 0.2s² എന്ന് വരും. പിന്നെ അതുപോലെ 0.2s വെച്ചിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2 × 10 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ 2s നമുക്കവിടെ വരും. മൈനസ് ഇവിടെ 1.2s ഉണ്ട്, s + 60 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 1.2s² എന്ന് വരും. ഇനി ഇവിടെ മൈനസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് -1.2 × 60 എന്ന് പറയുന്നത് 72 ആണ് വരുന്നത്. സോ 72s നമുക്കത് വരും. ഇനി ഇവിടെ s² ഉണ്ട് അല്ലേ. ഇവിടെ 0.2s² 1.2s² ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരാം, 0.2 - 1.2 എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ്. അതായത് -s² നമുക്ക് വരും ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് എഴുതി, s² - s² പ്ലസ് ഇവിടെ 70 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 72 ആണ് വരുന്നത്. അപ്പോൾ 72s മൈനസ് ഇവിടെ 72s ഉണ്ട്, അവിടെ 72s പ്ലസ് 600 നമുക്കവിടെ വരും. ഇനി ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നമ്മൾ എഴുതി, s × s + 60 × s + 10 നമുക്കവിടെ എഴുതി. ഇനി ഈ s² നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഈ 72sഉം നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ എന്തായിരുന്നു, 600 ആണ് അല്ലേ. അപ്പോൾ അവിടെ 600/s × s + 60 × s + 10 നമുക്കവിടെ വരും. ഇതാണ് നമ്മുടെ സി ഓഫ് എസ് എന്ന് പറയുന്നത്. നമുക്ക് സി ഓഫ് എസ് കിട്ടി. സി ഓഫ് എസ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, 600/s × s + 60 × s + 10 ആണ് വരുന്നത്. ഇത് നമ്മളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1/s നമുക്കവിടെ വരും. ഇവിടെ നമുക്ക് സി ഓഫ് എസിൽ ഇവിടെ ഒരു s ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതായത് നമ്മൾ ഇങ്ങനെ ഇതാണ്
സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു ബാക്കി വരുന്ന ടേംസ് 600/s+60 ഇൻറ്റു s+10 നമ്മളവിടെ എഴുതി. ഇനി ഇവിടെ ഈ 1/s ഉണ്ടല്ലോ, നമ്മൾ അതിനെ പകരം നമ്മളിവിടെ ആർ ഓഫ് എസ് നമുക്ക് കൊടുക്കാം. കാരണം ഇൻപുട്ട് അതായതുകൊണ്ട് നമുക്ക് അവിടെ ആർ ഓഫ് എസ് ഇൻറ്റു 600/s+60 ഇൻറ്റു s+10 നമുക്കവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ആർ ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. നമ്മൾ ഈ ആർ ഓഫ് എസ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്ത് വരും, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈക്വൽസ് 600/s²+70s+600 നമുക്കവിടെ വരും. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് ഡാമ്പിംഗ് റേഷ്യോ സീറ്റ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് അല്ലേ. നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മളിവിടെ എഴുതാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ω_n²/s²+2 സീറ്റ ωns+ω_n² ആണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 600 ഇവിടെ 600 അല്ലേ, അതായത് ω_n² സ്ഥാനത്താണ് നമുക്കിവിടെ 600 വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ω_n² = 600, ω_n = √600 ചെയ്യാം, അതായത് 24.49 rad/s. ഇനി അതുപോലെ തന്നെ ഈ നടുവിലത്തെ ടേം ഉണ്ട്, അതായത് എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, എസിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ കമ്പയർ ചെയ്യണം. 2 സീറ്റ ω_n ആണ് ഇവിടെ വരുന്നത്, ഇവിടെ 70. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 സീറ്റ ω_n = 70, സീറ്റ = 70/2 ω_n നമുക്ക് അവിടെ കൊടുക്കാം. അതിൽ ω_n എന്ന് പറയുന്നത് 24.49 ആണ്. അപ്പോൾ അത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് 1.43 അവിടെ വരും. അതാണ് ഡാമ്പിംഗ് റേഷ്യോ സീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ω_n ഇതാണ് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ഓർഡർ സിസ്റ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ജനറൽ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ω_n ആൻഡ് സീറ്റ കണ്ടുപിടിക്കാം.